ഈ ശബരിമല സ്വർണ്ണ കവർച്ചയും അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടും CPM-ന് തലവേദനയാകുന്നു. യുവതീ പ്രവേശന വിവാദത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തകർന്നടിഞ്ഞിരുന്നു. സമാനമായൊരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതാണ് CPM-നെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. ഒപ്പം തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് ശങ്കർമംഗലത്ത് നൽകും. പ്രശാന്ത്, നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അത് എങ്ങനെയൊക്കെ തലയുരാൻ ശ്രമിച്ചാലും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ യുവതി പ്രവേശന സമയത്തൊക്കെ അവർ പറഞ്ഞ ന്യായീകരണം, എന്തിനേറെ പറയുന്നു, കോൺഗ്രസ് ആ ഒരു വിഷയത്തെ മുതലെടുത്ത് ഭരണത്തിലേറാൻ ശ്രമിച്ചത്, CPM അത് എങ്ങനെയൊക്കെ വോട്ടാക്കാൻ ശ്രമിച്ചു, ഇതെല്ലാം തന്നെ നമുക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM എങ്ങനെയൊക്കെ CPM നേതാക്കളെ തള്ളി പറയാതിരുന്നാലും പൊതുജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെയും SIT നടത്തുന്ന ചില നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പാകപ്പിഴകൾ തന്നെയാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ CPM-ന് പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. എങ്ങനെയാണ് ഇപ്പോൾ CPM-ന്റെ ഒരു പോക്ക്, പ്രശാന്ത്? രാഖി, സ്വർണ്ണക്കവർച്ചയും അതിനോടനുബന്ധിച്ച് തന്നെ CPM-ലെ നേതാക്കന്മാരെല്ലാവരും കൂട്ടത്തോടെ അറസ്റ്റിലാകുന്നതും CPM നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ CPM അനുഭാവികളായിട്ടുള്ളവരെല്ലാവരും പ്രതിയാകുന്നവരടക്കം നമ്മൾ കണ്ടു, അറസ്റ്റ് ചെയ്തത് കണ്ടു. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനടക്കം പ്രതിപട്ടികയിലുണ്ട്. കേസിലെ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നടക്കമുള്ള അതിൻ്റെ തെളിവുകളടക്കം ലഭിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബരിമലയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തിൽ നടന്ന ക്രമക്കേടുകൾ ഓരോന്നും വെളിയിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, രണ്ട് ക്രമക്കേടുകളിലും, അതായത് സ്വർണ്ണക്കവർച്ചയായാലും ശരി, അയ്യപ്പ സംഗമമായാലും ശരി, ഇതിലെല്ലാം വലിയ ക്രമക്കേടുകളും അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുമെല്ലാം വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്രമക്കേടുകളുടെ പട്ടികയിൽ കോടികൾ ചെലവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ ക്രമക്കേടുകൾ വരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്കടക്കം അയ്യപ്പ സംഗമത്തിൽ കട്ടിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 11 ലക്ഷത്തിനടുത്ത് ചിലവായി എന്നതിൻ്റെ അടക്കം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ തുകകൾ ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് വരുന്നത്. ദൂർത്തിൻ്റെ ഒരു സംഗമമായി അയ്യപ്പ സംഗമം മാറിയത് ഭക്തരെ വഞ്ചിച്ച നിലപാടാണ് അയ്യപ്പ സംഗമത്തിലൂടെ സ്വീകരിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ ആശങ്ക CPM-ന് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇനി വരുന്ന ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്നൊരു ചിന്ത CPM-നുണ്ട്, CPM നേതൃത്വത്തിനുണ്ട്, പ്രാദേശിക നേതൃത്വങ്ങൾക്കെല്ലാം ഉണ്ട്. കാരണം ഇത്തരത്തിൽ നമുക്കറിയാം, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആചാരലംഘനവും അതിനെ യുവതികളെ കയറ്റുന്നതിന് വേണ്ടി CPM നിലപാടെടുക്കുകയും അതോടൊപ്പം തന്നെ നവോത്ഥാന സംഗമങ്ങളടക്കം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത, വനിതാ മതിലടക്കം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും CPM നിലംപരിശാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നീങ്ങുന്ന, പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, ഇത്തരത്തിൽ വീടാന്തരം കയറിക്കൊണ്ട് വിശദീകരണ യോഗങ്ങളും ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പാർട്ടി സെക്രട്ടറി അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വീടാന്തരം കയറിക്കൊണ്ട് വിശദീകരണങ്ങളൊക്കെ നടത്തി നമുക്ക് കണ്ടതാണ്. അതിന് സമാനമായൊരു സാഹചര്യം അതിലേക്ക് തന്നെ ഈ സംസ്ഥാനം കടക്കുമോ, ഈ തെരഞ്ഞെടുപ്പ് അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ ശബരിമല വിഷയം ഇത്തരത്തിലൊരു വലിയ, അതായത് ശബരിമല സ്വർണ്ണ കവർച്ച ഒരു വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടത്തും CPM പരാജയപ്പെടുന്നതിൻ്റെ കാരണവും ഈ ശബരിമല സ്വർണ്ണ കവർച്ച തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുകൂടി ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ വീടാന്തരം കയറി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, അതായത് ഇതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തണമോ എന്ന കാര്യങ്ങളടക്കം CPM ആലോചിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. അതായത് പ്രശാന്ത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അതായത് ഈ CPM നഷ്ടപ്പെട്ട ആ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീടാന്തരമൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലാണെങ്കിൽ ആദ്യം എടുക്കേണ്ട നടപടി ഈ പത്മകുമാറിനെ പോലെയുള്ളവരെ ഇപ്പോഴും സംരക്ഷിക്കാതെ പുറത്താക്കേണ്ടതില്ല. അപ്പോൾ CPM-ന്റെ ഇരട്ടത്താപ്പ് കൃത്യമാണ്, വ്യക്തമാണ്. മാത്രമല്ല ശ്രീ, ഈ പത്മകുമാറൊക്കെ ഇനി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ എന്നുള്ളതാണ്. അന്ന് MP ഗോവിന്ദനൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് കുറ്റപത്രം വരട്ടെ, അപ്പോൾ നമുക്ക് പത്മകുമാറിനെ
തള്ളി പറയണമോ, അതായത് തള്ളണമോ കൊള്ളണമോ എന്നുള്ളത് അന്ന് തീരുമാനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നു. അതിന്റെ മറുവശത്ത് ഈ നഷ്ടപ്പെട്ട മുഖം രക്ഷിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ പത്മകുമാറിനെയൊക്കെ പുറത്താക്കിയാൽ തന്നെ CPM-ന്റെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ട് മറുവശത്ത് ഈ ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാനുള്ള തന്ത്രം പയറ്റുന്നു CPM? അശ്വതി, ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് പത്മകുമാർ ആയിക്കോട്ടെ, എൻ വാസു ആയിക്കോട്ടെ, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആരെയും തള്ളിക്കളയാൻ ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. അവരെ ഈ കുറ്റം ചെയ്തവർക്കൊപ്പം നിൽക്കില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം CPM പ്രതിനിധികളാണ്, CPM മുൻ MLA ആണ് എന്ന കാര്യം പൊതുജനങ്ങൾക്കടക്കം അറിയാം. എന്നാൽ ഇവർക്കെതിരെ യാതൊരു ചെറുവില അലക്കുവാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പലരും ഇപ്പോഴും പാർട്ടിയുടെ സ്ഥാനത്തിൽ ഇരിക്കുന്നവർ നിരവധി പേർ ഉണ്ട്. അങ്ങനെ ഉള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ. എന്തായാലും അപ്പോഴാണ്, അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം എന്ന നിലയിലൊക്കെ വരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച, അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ, ഇതെല്ലാം വലിയ രീതിയിൽ CPM-ന് ഇപ്പോൾ വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. മാത്രമല്ല മറ്റൊരു കാര്യം ഓർക്കണം, അതായത് ഈ നിലവിൽ അതായത് ഈ CPM-ന്റെ ജാഥകളിലെല്ലാം വലിയ ആളുകൾ എത്തിക്കൊണ്ടിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണ ജാഥകളടക്കം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള ജാഥകളടക്കം നടക്കുന്നുണ്ട്. അവിടെയെങ്ങും ഒരു ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം അത് അതായത് അത് MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ബിനോയ് വിശ്വം ആയിക്കോട്ടെ, അങ്ങനെ ആര് നയിക്കുന്ന ജാഥകളായാലും ശരി, അവിടെയെല്ലാം ജനങ്ങൾ ഈ ജാഥയോട് സഹകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊക്കെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുടെ ഭാഗമായിട്ടാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കിയിരിക്കുന്നു, തട്ടിപ്പിൻ്റെ സർക്കാരായിട്ട് മാറിയവരാണ്. ശബരിമലയെ മുച്ചൂട് മുടിപ്പിക്കുന്നതിന് വേണ്ടി അവിശ്വാസികളുടെ സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പൊതുജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് CPM-ഉം ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. കാരണം ഇത്തരം സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഈ തുടർഭരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യാപകമായിട്ട് KSRTC ബസ്സുകളിലടക്കം പരസ്യം ചെയ്തുകൊണ്ട് തുടർഭരണം ഉണ്ടാകുമെന്നാണ് CPM വിശ്വസിക്കുന്നത്, സർക്കാരും വിശ്വസിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ശബരിമല അത് ആ ഒരു വിശ്വാസമൊക്കെ ചതിക്കുമോ, വെള്ളത്തിൽ വരച്ച വരയാകുമോ ഈ കണ്ട വീട് കയറിയുള്ള പ്രചാരണം എന്നൊക്കെ കണ്ടറിയണം. ഈ പ്രചാരണം മാത്രമല്ല ശരി, ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്ത സംഗമം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആളില്ലാ സംഗമം എന്ന് തന്നെ പറയാം. കാരണം അന്ന് ഒഴിഞ്ഞ കസേരകളായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടത്തിയത്? അയ്യപ്പ ഭക്തരെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ അയ്യപ്പന്റെ പേര് ലോകം മുഴുവൻ അറിയിക്കാൻ. അയ്യപ്പന്റെ പേര് ഇവരിനി അറിയിച്ചിട്ട് വേണം എല്ലാവരും അറിയാൻ. എങ്കിൽ പോലും ആ ഒരു പ്രചാരം നേടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയ തട്ടിപ്പാണ് എന്നുള്ളതാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇരട്ടച്ചങ്കന്റെ ഇരട്ട നിലപാടൊക്കെ ഇങ്ങനെ ലോകം അല്ലെങ്കിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അയ്യപ്പ സംഗമത്തിൽ വന്ന് വാതോരാതെ സംസാരിച്ച മുഖ്യമന്ത്രി കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് ഈ അയ്യനെ അവഹേളിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് യുവതീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചത് ആരാണ്? അന്നത്തെ പിണറായി സർക്കാരാണ്. അദ്ദേഹത്തിന് തന്നെ അല്ല, മറ്റൊരു കാര്യമുണ്ട്, പ്രശാന്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് MV ഗോവിന്ദൻ വന്ന് പ്രസംഗിക്കുമ്പോഴായിക്കോട്ടെ, ബിനോയ് വിശ്വം വന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഈച്ച പോലും ഇല്ല എന്നാണ്, കസേരകളൊക്കെ കാലി. ഇപ്പോഴിതാ രാവിലെ ടിക്കർ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ അടിച്ച വാർത്തയാണ്, കസേര കാലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല ഇടത്താവളം ആ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ കസേര കാലി. അതായത് ജനങ്ങൾ കൃത്യമായ സൂചന ഈ പിണറായി സർക്കാരിന് നൽകുന്നുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ അകന്നു എന്നതിന്റെ ഒരു പഠനം തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയപ്പോഴേ ഈ വിജയ് യേശുദാസൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ, അതായത് എനിക്ക് തോന്നുന്നു അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർ പറഞ്ഞതാണ്, അവരുടെ ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവർ നടത്തിയ ഷോകളിൽ ഇത്ര ആളില്ലാത്ത ഒരു പരിപാടി അവർ ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തൊരു പരാജയമാണ് പറയാമോ എന്നറിയില്ല. ഈ CPM-ന്റെ തന്നെ ഒരു പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ, ഒരു മെയിൻ സ്ട്രീം ചാനൽ, അതിന്റെ റിപ്പോർട്ടർ വരെ വന്നിരുന്നു ഉറങ്ങിപ്പോയി അയ്യപ്പ സംഗമത്തിന്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം അടിമുടി തട്ടിപ്പിന്റെ ഒരു സംഗമമായി, കുറച്ചധികം കാശ് എങ്ങനെ തട്ടാം
ഇന്നലെ അല്ല, 1 ലക്ഷത്തിന്റെ കട്ടിലേക്കാണ് രാഹി 1 ലക്ഷത്തിന്റെ കട്ടിലേക്ക് കട്ടിൽ കിടന്നിട്ടുണ്ടോ? മാത്രമല്ല മെത്ത 1 ലക്ഷത്തിന്റെ ഞാൻ നല്ലൊരു ട്രോള് കണ്ടു കേട്ടോ അതിന്റെ അതെ, അതെ. നമ്മുടെ മുഖ്യൻ ഒരു സ്വർണ്ണ കട്ടിലിൽ കിടക്കുന്നത്. എന്തായാലും പ്രേക്ഷകരും അത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അല്ല പോയി രാഗി, ശരിക്കും. മറ്റൊരു കാര്യമുണ്ട്. ഈ അവർക്ക് ഈ 1 ലക്ഷത്തിന്റെ കട്ടിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. പണ്ട് നമ്മുടെ ഒരു മന്ത്രി, പിണറായി സർക്കാരിന്റെ ഒരു മന്ത്രി ഈ ആയുർവേദ ഒഴിച്ചിലിനും പിടിച്ചിലിനും വേണ്ടിയേ ലക്ഷങ്ങളുടെ തോർത്തുകളാണ് വാങ്ങിക്കൂട്ടിയത്. ഇതൊക്കെ കേരളത്തിലെ ലക്ഷങ്ങളുടെ വിലയുള്ള തോർത്തുണ്ടോ എനിക്കറിയില്ല കേട്ടോ.